നമുക്ക് ഇന്ന് കൈപ്പക്ക പച്ചടി ഉണ്ടാക്കിയാലോ? കൈപ്പക്ക എന്നും പറയും, പാവയ്ക്ക എന്നും പറയും. അപ്പോൾ കൈപ്പക്ക പച്ചടി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു ചെറിയ കഷ്ണം കൈപ്പക്ക എടുത്തിട്ടുണ്ട്. പച്ചമുളക്, കറിവേപ്പില, തൈര് പുളിക്കാത്ത തൈരാണ് നല്ലത്. കട്ട കെട്ടിയ തൈരാണ് ഏറ്റവും ഗുണം ചെയ്യാം. കടുക് ഞാൻ കൂടുതൽ എടുത്തിന്, ആവശ്യത്തിനനുസരിച്ചിട്ട് എടുത്താൽ മതി. തേങ്ങ ചിരവിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിന് എടുക്കണ്ടു, ഞാൻ കൂടുതലാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് കൈപ്പക്ക ചെറുതായി അരിഞ്ഞിട്ട് അതിൽ ഉപ്പിട്ടിട്ട് കഞ്ഞിയും വെള്ളം ഒഴിച്ച് നന്നായി കുതിർത്ത് വെക്കണം. ഒരു 5 മിനിറ്റ് കുതിർത്ത് വെച്ചതിന് ശേഷം നന്നായി കഴുകി വെള്ളം നന്നായിട്ട് കഴുകി വെള്ളമെല്ലാം കളഞ്ഞ് നമുക്ക് പച്ചമുളക് ഇതുപോലെ എടുത്തിട്ട് കുക്കറിൽ ഇട്ട് കൈപ്പക്കയും പച്ചമുളകും കൂടി കുക്കറിലിട്ട് വേവിപ്പിക്കാം. ഇനി ചിരവി വെച്ച തേങ്ങയും ഈ പച്ചമുളകും ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. അതിന് ശേഷം കടുക് ഒന്ന് പൊട്ടിച്ചിട്ടെടുക്കണം. ആദ്യമേ കടുക് ഇട്ടിട്ട് അരക്കാൻ പാടില്ല. അങ്ങനെ അരച്ചാൽ കടുക് മുതിഞ്ഞാൽ കയ്പ്പടിക്കും. അതുകൊണ്ട് ആദ്യം തേങ്ങയും തൈരും ഇട്ട് അടിച്ചിട്ടാകുമ്പോൾ ഒരരവ് കൂടി നമുക്ക് കടുക് ഇട്ടിട്ട് അരക്കണം. അത് ഞാൻ കടുക് ഇട്ടിട്ട് അരക്കുന്നത്. നന്നായിട്ട് കടുക് ഇതാകാൻ പാടില്ല, പൊട്ടുക മാത്രമേ ചെയ്യുള്ളൂ, കയ്പ്പടിക്കും. അപ്പോൾ കൈപ്പക്ക ഞാൻ തണുപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ട്. വേവിപ്പിച്ച് തണുത്ത് കഴിഞ്ഞതിന് ശേഷം കൈപ്പയിൽ നമുക്ക് ഈ അരവ് കൂട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ അരവ് കൂട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അത് ഇളക്കി ശരിയാക്കി എടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് വറവ് വേണം. നന്നായിട്ട് ഞാനിത് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇതുപോലെ നന്നായിട്ട് ഇളക്കിയെടുക്കണം. കൂട്ട് നന്നായിട്ട് ചെയ്യണം. കയ്പ്പുണ്ടാവില്ല. കഞ്ഞിമ്പളത്തിൽ കുതിർത്ത് വെച്ച് ഉപ്പിട്ട് കഴുകിയതുകൊണ്ട് കൈപ്പക്കക്ക് കയ്പ്പേ ഉണ്ടാവില്ല. ഇനി നമുക്ക് കുറച്ച് വറുത്തിടണം. ഞാൻ വറുത്തിടാന്നറിയാം, ചിലവർ പല രീതിയിലും പറയും. നമ്മൾ പറയുന്ന രീതിയിൽ പറയുമല്ലോ, അതുകൊണ്ട് ഞാൻ വറുത്തിടുക എന്നാണ് പറയുന്നത്. അതിൽ കടുകും ചുവന്ന മുളകും കറിവേപ്പിലയും കൂടിയാണ് ഞാൻ വറവ് കഴിച്ചിട്ടുള്ളത്. നല്ല സൂപ്പർ കൈപ്പക്ക പച്ചടിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാകും, എന്നാലും ഞാൻ ഒന്നും കൂടി ഉണ്ടാക്കിയതുകൊണ്ട് പറയുന്നതാണ്. നല്ല സൂപ്പർ സാധനമാണ് കൈപ്പക്ക പച്ചടി എന്ന് പറയുമ്പോൾ. നമ്മൾ വിചാരിക്കും നല്ല കയ്പ്പുണ്ടാവും, പക്ഷേങ്കിൽ ചില കയ്പ്പുണ്ടാവും. പക്ഷേ ഈ കഞ്ഞിമ്പളത്തിൽ നന്നായി ഉപ്പിട്ടിട്ട് കഴുകിയിട്ട് ഉണ്ടാക്കുന്ന കൈപ്പക്കക്ക് കയ്പ്പുണ്ടാവില്ല. അത് വറവെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ കറിവേപ്പില ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ ഈ കറിവേപ്പിലേൻ്റെ ഒരു രുചി വേറെ തന്നെ കിട്ടും. അപ്പോൾ ഇങ്ങനെ നല്ല ടേസ്റ്റുള്ള കൈപ്പക്ക പച്ചടി എൻ്റെതായി.